നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 4ാമത്തെ യൂണിറ്റ് പിറന്ന നാടിൻ പെരുമയിൽ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. ദേശവും എഴുത്തും എന്ന ഈ പാഠഭാഗത്തിൽ പ്രശസ്തരായ 4 എഴുത്തുകാരുടെ കൃതികളിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗങ്ങളാണ്. കോവിലൻ്റെ തട്ടകം, നാരായൻ്റെ കൊച്ചരേത്തി, യു.എ. ഖാദർ എഴുതിയ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ, ഷീല ടോമിയുടെ വല്ലി. ഇനി നമുക്ക് പ്രവേശകത്തിലേക്ക് പോകാം. പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് N.K. ദേശം എഴുതിയ മറുനാട്ടിൽ നിന്ന് എന്ന കവിതയിലെ കുറച്ച് ഭാഗമാണ്. മറ്റേതു നാട്ടിൽ പറിച്ചു നട്ടാലുമെൻ പൊട്ടിയ നാരായ വേരിൻ്റെ അറ്റത്ത് പൊട്ടിച്ചിനച്ചു തഴയ്ക്കാൻ കൊതിപ്പു ഞാൻ മങ്ങാതെയുണ്ടൻ മനസ്സിലെന്നാളുമീ മണ്ണിൽ കിളിർക്കും കിനാക്കളും പൂക്കളും. ഏതൊരു മലയാളിയുടെയും ദേശസങ്കല്പമല്ലേ കവി അവതരിപ്പിച്ചിരിക്കുന്നത്? വിശകലനം ചെയ്യുക. N.K. ദേശം എഴുതിയ ഈ വരികൾ ദേശത്തെ വെറും സ്ഥലമായല്ല, ജീവനോടൊപ്പം വളർന്ന ആത്മബന്ധമായി അവതരിപ്പിക്കുന്നു. പൊട്ടിയ നാരായ വേരിൻ്റെ അറ്റത്ത് എന്ന പ്രയോഗം കവിയുടെ ജീവിത വേരുകൾ സ്വന്തം മണ്ണിലാണെന്ന് സൂചിപ്പിക്കുന്നു. മറ്റെവിടെയെങ്കിലും പറിച്ചു നട്ടാലും ആ തായ്വേരിൽ നിന്ന് മുളച്ചു വരണമെന്ന് കവിയുടെ ആഗ്രഹം ദേശത്തോടുള്ള അഗാധമായ ആന്തരിക ബന്ധം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ദേശം വെറും ഓർമ്മയല്ല, കവിയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മുളച്ചു വളരുന്ന ജൈവബന്ധമുള്ള മണ്ണാണ്. മങ്ങാതെയുണ്ടൻ മനസ്സിൽ എന്നത് ദേശം കവിയുടെ മനസ്സിൽ ഒരിക്കലും ഒളിമങ്ങാത്ത സാന്നിധ്യമാണെന്ന് പറയുന്നു. കിനാക്കളും പൂക്കളും കിളിർക്കുന്ന മണ്ണായി ദേശം മാറുന്നു. കവിയുടെ സൃഷ്ടികൾക്ക് ഊർജവും പ്രചോദനവും നൽകുന്നത് ഈ സ്വന്തം മണ്ണാണെന്ന് ആശയവും ഇവിടെ കാണാം. അതിജീവനത്തിനായി മറുനാട്ടിലായാലും ഒട്ടും അകലാത്ത ദേശബോധം വരികളിൽ തെളിയുന്നുണ്ട്. ശരീരം മറുനാട്ടിലായാലും മനസ്സും ആത്മാവും സ്വന്തം ദേശത്തോടാണ് ചേർന്നിരിക്കുന്നത്. കവിക്ക് ദേശം വിട്ടുപോകാനാവുന്ന ഒരു സ്ഥലമല്ല, കവിയുടെ സ്വപ്നങ്ങളും ചിന്തകളും ജീവനും വേരൂന്നിയ മണ്ണാണ്. അതിനാൽ ദേശം കവിയുടെ പുറം ലോകമല്ല, അവൻ്റെ ആന്തരലോകം തന്നെയാണ്. പാഠഭാഗത്തിന് മുമ്പായി കൊടുത്തിരിക്കുന്ന അനുബന്ധ വാക്യത്തിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാം. നീരാവിയിലെ നീര് പോലെ ഓരോ എഴുത്തിലും ഒരു നാടൊളിച്ചിരിക്കുന്നു. നീരാവിയിലുള്ള നീര് പുറം കാഴ്ചയിൽ കാണാനാവില്ല, പക്ഷേ അതില്ലെങ്കിൽ നീരാവി തന്നെ ഉണ്ടാകില്ല. അതുപോലെ എഴുത്തിൽ ദേശം നേരിട്ട് പറയപ്പെടാതിരുന്നാലും എഴുത്തിൻ്റെ ഉള്ളടക്കത്തിലും ഭാഷയിലും കാഴ്ചപ്പാടിലും എഴുത്തുകാരോട് നാട് ഒളിഞ്ഞിരിക്കും. എഴുത്തുകാർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഉപമകൾ, ചിന്തകൾ, വികാരങ്ങൾ എല്ലാം അവർ വളർന്ന ദേശത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നു കൂടിയാണ് രൂപപ്പെടുന്നത്. എഴുത്ത് വ്യക്തിപരമാണെന്ന് തോന്നുമ്പോഴും അതിൻ്റെ അടിത്തറ സാമൂഹികവും ദേശപരവുമാണ്. എഴുത്തുകാരുടെ ഓർമ്മകൾ, ജീവിതാനുഭവങ്ങൾ, സംസ്കാരം, ഭാഷ എന്നിവയെല്ലാം ദേശത്തോട് ചേർന്നതാണ്. അതിനാൽ എഴുത്ത് ദേശത്തെക്കുറിച്ചാകണമെന്നില്ല എങ്കിലും ദേശബോധം അവിഭാജ്യമായി എഴുത്തിൽ ലയിച്ചിരിക്കും. നീരാവിയിലെ നീര് പോലെ എന്ന സാദൃശ്യകൽപ്പനയിലൂടെ ദേശവും എഴുത്തും വേർപിരിയാനാവാത്ത ബന്ധത്തിലാണെന്ന് ഈ വരികളിൽ നിന്ന് വ്യക്തമാകുന്നു. മറുനാട്ടിലായാലും ദേശം മനസ്സിൽ ഒളിമങ്ങാതെ നിലനിൽക്കുന്നു എന്ന N.K. ദേശത്തിൻ്റെ വരികൾ കൂടി ഓർക്കേണ്ടതുണ്ട്. മനസ്സിൽ പതിഞ്ഞ ദേശം നീരാവിയിലെ നീർ പോലെ എഴുത്തിൽ സ്വാഭാവികമായി പ്രതിഫലിക്കുന്നുണ്ട്. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇതിൽ പറഞ്ഞിരിക്കുന്ന എഴുത്തുകാരെ കുറിച്ചുകൂടി മനസ്സിലാക്കാം. ആദ്യം കോവിലൻ. മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കണ്ടാണശ്ശേരി വട്ടോംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ. തൃശ്ശൂർ ജില്ലയിലുള്ള ഗുരുവായൂരിനടുത്ത് കണ്ടാണശ്ശേരിയിലാണ് ജനിച്ചത്. കഥകളുടെ യാഥാർത്ഥ്യവും ശക്തമായ കഥാപാത്രാവിഷ്കാരവും തുളച്ചുകയറുന്ന ഭാഷയും കോവിലൻ്റെ കഥകളെ വ്യത്യസ്തമാക്കുന്നു. പ്രധാന കൃതികൾ: തോറ്റങ്ങൾ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണിത്. ശകുനം കഥാസമാഹാരമാണിത്. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
A-B, ഏഴാമിടങ്ങൾ, തേർവാഴ്ചകൾ, ഈ ജീവിതം അനാഥമാണ്, കോവിലൻ്റെ കഥകൾ, കോവിലൻ്റെ ലേഖനങ്ങൾ, തട്ടകം, സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ പരിഷത്ത് അവാർഡ്, വയലാർ പുരസ്കാരം, NV പുരസ്കാരം എന്നിവ ഈ നോവലിന് ലഭിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകളെ പ്രമാണിച്ച് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2010 ജൂൺ 2 കുന്നംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. അടുത്തത് നാരായൺ. ഗോത്രജീവിതത്തെ അക്ഷരങ്ങളിലാക്കിയ പ്രശസ്ത നോവലിസ്റ്റാണ് നാരായൺ. ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ മലയുടെ അടിവാരത്ത് ജനനം. സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന നോവലുകളാണ് പ്രധാന സാഹിത്യ സംഭാവന. പ്രധാന കൃതികൾ കൊച്ചരേത്തി. ഈ നോവൽ ദ അരയ വുമൺ എന്ന പേരിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദിവാസി സമൂഹമായ മലയരയരെക്കുറിച്ച് ഒരു ആദിവാസി എഴുതിയ ആദ്യത്തെ നോവൽ കൂടിയാണിത്. ഊരാളിക്കുടി, ചെങ്ങാറും കുട്ടാളും, നിസ്സഹായൻ്റെ നിലവിളി ഇത് കഥാസമാഹാരമാണ്. പെലമറുത കഥകളാണ്. നോവലുകൾ: വന്നലകൾ, ഈ വഴിയിൽ ആളേറെയില്ല, ആരാണ് തോൽക്കുന്നവർ, തിരസ്കൃതരുടെ നാളെ, മനസ്സും ദേഹവും കൊണ്ട് ഞാൻ നിന്നെ, കഥകളില്ലാത്തവർ നോവൽ സമാഹാരമാണിത്. കൊച്ചരേത്തി എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2022 അദ്ദേഹം അന്തരിച്ചു. അടുത്ത എഴുത്തുകാരൻ UA ഖാദർ. മലയാള സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്ന നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായിരുന്നു UA ഖാദർ. കിഴക്കൻ ബർമ്മയിലെ മ്യാൻമറിലാണ് അദ്ദേഹം ജനിച്ചത്. പുരാവൃത്തങ്ങളെ പ്രതിപാദ്യ തലത്തിലും പ്രതിപാദന രീതിയിലും പിൻപറ്റുന്ന വ്യത്യസ്തമായ ശൈലിയിലൂടെ ശ്രദ്ധേയനായി. പ്രധാന കൃതികൾ: അഘോരശിവം, തൃക്കോട്ടൂർ കഥകൾ, കഥ പോലെ ജീവിതം, SK പൊറ്റക്കാട് അവാർഡ് ലഭിച്ച കൃതിയാണിത്. തൃക്കോട്ടൂർ പെരുമ, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പിടിവറ്റ് അബുദാബി അവാർഡ് ലഭിച്ച കൃതിയാണിത്. റസിയ സുൽത്താന, ചെങ്കോൽ, ചങ്ങല, കൊടിമരച്ചുവട്ടിലെ മേളം, അരിപ്രാവിൻ്റെ പ്രേമം, ചെമ്പവിഴം, കളിമുറ്റം, CH മുഹമ്മദ് കോയ അവാർഡ് ലഭിച്ച കൃതി. അടിയാധാരം. UA ഖാദറിന് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡ് നൽകിയിട്ടുണ്ട്. 2020 ഡിസംബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഷീല ടോമി. മലയാളത്തിലെ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ഷീല ടോമി. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ ജനനം. ഏഷ്യാനെറ്റ് റേഡിയോയിൽ പുസ്തക അവതാരകയായും സ്ക്രിപ്റ്റ് റൈറ്ററായും സാന്നിധ്യമറിയിച്ചു. കൃതികൾ: മെൽക്യുയാഡിസിൻ്റെ പ്രളയ പുസ്തകം, ഇത് അവരുടെ ആദ്യത്തെ കഥാസമാഹാരമാണ്. വല്ലി അവർ എഴുതിയ ആദ്യ നോവലാണ്. ഈ കൃതിക്ക് ചെറുകാട് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കിളിനൊച്ചിയിലെ ശലഭങ്ങൾ ചെറുകഥയാണിത്. അബുദാബി അരങ്ങ് ചെറുകഥാ പുരസ്കാരം, പുഴ.com ചെറുകഥാ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. ദേശവും എഴുത്തും. തട്ടകം കോവിലൻ. ദേശം എന്ന സാംസ്കാരിക ഘടകത്തെ സമൃദ്ധമായി ആവിഷ്കരിച്ച നോവലാണ് കോവിലൻ്റെ തട്ടകം. ഇനി വായിക്കാം. കിഴക്കും മുറിയിൽ കുന്നുകളുടെ ഒരു നികന്ന നിര, തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന്, വടക്ക് ചെറുകുന്ന്, തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന്, കുന്നുകളുടെ താഴ്വരയിൽ ഇരുട്ടടച്ച് കവുങ്ങിൻ തോപ്പുകൾ, താഴെ കൊയ്ത്തു കഴിഞ്ഞ് ഉഴുതുലർന്ന ഒരൊടി നിലം, ആൾത്തേരിപ്പാടം, പാടത്തിനപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളായി, പഞ്ചാര മണൽപ്പരപ്പിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ, കുണ്ടനിടവഴികൾ. നോവൽ ഭാഗം വായിക്കുമ്പോൾ തന്നെ മനസ്സിൽ തേട്ടിക്കുന്നും ചെറുകുന്നും ആ രണ്ടിൻ്റെയും മധ്യത്തിലുള്ള പുല്ലാനിക്കുന്നും അതുപോലെ കുന്നുകളുടെ അടിവാരത്ത് ഇരുട്ടടച്ചതുപോലെയുള്ള കവുങ്ങിൻ തോപ്പുകളൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിത്രം പോലെ കാണാൻ സാധിക്കും. അത്രയ്ക്കും മനോഹരമായാണ് അദ്ദേഹം തൻ്റെ ദേശത്തെക്കുറിച്ച് ഒരു ചിത്രം, വാങ്മയ ചിത്രം എന്ന് തന്നെ പറയാം,
പാടത്തിനപ്പുറത്തുള്ള തെങ്ങിൻ തോപ്പുകളും പഞ്ചാര മണൽപ്പരപ്പിലും നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകളെ കുറിച്ചൊക്കെയാണ് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ കൈത്തോടുകളായി. കൈത്തോടുകൾ അവിടുന്നൊന്ന് ഇവിടുന്നൊന്ന് ഒത്തുചേരുമ്പോൾ ചെമ്മണ്ണൂർ താഴത്ത് ചൊവ്വല്ലു തോടായി. കാട്ടുപാടത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് തെക്ക് തൈക്കാട്ടെത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മുപ്പിലശ്ശേരിപ്പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടപ്പുറത്ത് അലതല്ലി തലതല്ലി വലിയ തോട്ടിൽ ചേർന്നണഞ്ഞു. ത്രിവേണി എന്ന് ആരും പറഞ്ഞില്ല. മൂന്നോട് കുലം കുത്തുന്ന സംഗമത്തിൽ നിരന്തരം ഉരുവപ്പെടുന്ന നീർച്ചുഴിയിൽ കിഴക്കേക്കരയിലെ കണ്ടങ്ങൾക്ക് വരം പിടിഞ്ഞു. മൂന്നോടിനക്കരെ മണപ്പുറം തെളിഞ്ഞു. അടുത്ത ഭാഗം തോടുകളെ കുറിച്ചാണ്. ഇടത്തോട്ട് തിരിഞ്ഞും വളഞ്ഞും പുളഞ്ഞുമൊക്കെ അലതല്ലിയും തലതല്ലിയും ചുഴികളുണ്ടാക്കിയും അങ്ങനെ തോടുകളുടെ ഒരു ത്രിവേണി സംഗമം എന്ന് പറയാതെ പറയുന്നു അദ്ദേഹം. കിഴക്കേക്കരയിലെ കണ്ടങ്ങൾക്ക് വരം പിടിഞ്ഞു അല്ലേ. അപ്പോൾ ആ സമൃദ്ധിയാണ് അവിടെ. തോടുകളുടെയൊക്കെ മനോഹാരിതകൾക്കപ്പുറം അത് എത്രമാത്രമാണ് തൻ്റെ ദേശത്തിലെ ആ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നത് എന്നൊരു സൂചന കൂടി അതിലുണ്ട്. മുപ്പിലിശ്ശേരി എന്ന ദേശത്തിൻ്റെ ചരിത്ര കഥയാണ് കോവിലൻ്റെ തട്ടകം. തൻ്റെ ജന്മനാടായ കണ്ടാണശ്ശേരി തന്നെയാണ് നോവലിലെ മുപ്പിലിശ്ശേരി. കാലിച്ചന്തയിലേക്കുള്ള ഉണ്ണീരി മുത്തപ്പൻ്റെ പുറപ്പാടോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. വടക്കൻ പാട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആഖ്യാന രീതിയാണ് കോവിലൻ ഈ നോവലിൽ പൊതുവെ പിന്തുടർന്നു കാണുന്നത്. കടത്തനാട്ടു നിന്നും വെട്ടത്തു നിന്നും കണ്ടാണശ്ശേരിയിലേക്ക് കുടിയേറി വന്ന ചേകവന്മാരുടെ ദേശ കുടുംബത്തിൻ്റെയും പുരാണം കൂടിയാണ് തട്ടകം. ഇനി നമുക്ക് അടുത്ത നോവൽ ഭാഗത്തിലേക്ക് വരാം. നാരായൺ എഴുതിയ കൊച്ചരേത്തി. നാരായണന്റെ ആദ്യ നോവലാണ് കൊച്ചരേത്തി. കേരളത്തിലെ ആദിവാസി സമൂഹത്തെ മുൻനിർത്തി രചിക്കപ്പെട്ട കൃതിയാണിത്. കൊച്ചരേത്തിയിലെ 2ാമത്തെ അധ്യായത്തിൽ നിന്നുള്ളതാണ് പാഠഭാഗം. പെലത്തിൻ്റെ കൃഷിയുടെ നടുവിൽ ഒരു മരുതിൻ ചുവട്ടിലാണ് കഞ്ഞിപ്പെര. മരുതിനു മുകളിൽ ഏറുമാടവും. കൊച്ചുരാമൻ കഞ്ഞിപ്പെരയിൽ കടന്നു. വാരിയിൽ തൂക്കിയിട്ടിരുന്ന മുളംകുറ്റിയെടുത്തു. അതിൽ നിന്നും ഉണങ്ങിയ പനമ്പഞ്ഞിയും ഒരു കഷ്ണം ഉരുക്കും. അടുപ്പിലെ കരിക്കട്ടകൾ ഊതി ചാരം കളഞ്ഞ് ചേർത്ത് വെച്ച് അടുത്തുണ്ടായിരുന്ന ഉരുളൻ വെള്ളാരം കല്ല് പൊടി തുടച്ചു. കയ്യിലിട്ടു തിരുമ്മി ചൂടാക്കിയ പനമ്പഞ്ഞി കരിക്കട്ടകൾക്കിടയിലാക്കി. പഞ്ഞിയോട് ചേർത്തു പിടിച്ച വെള്ളാരൻ കല്ലിൽ ഉരുക്കു കഷ്ണം ശക്തിയായിട്ടുരച്ചു. പാറി വീണ തീപ്പൊരികൾ പഞ്ഞിയിൽ പടർന്നു. മെല്ലെയൂതി തീ പെരുക്കി. അപ്പോഴേക്കും കുഞ്ഞാതിച്ചൻ 2 മുളംകുറ്റികൾ നിറയെ വെള്ളം കൊണ്ടുവന്നു. പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി. ഏറുമാടത്തിന് അല്ലറച്ചില്ലറ പണികൾ ബാക്കിയുണ്ട്. കീറി ഉണക്കി ചുരുളായി കെട്ടിയ ചൂരൽ വള്ളിയുമായി കുഞ്ഞാതിച്ചൻ പുറത്തിറങ്ങി. മരത്തിൽ ചേർത്തു കെട്ടിയ കല്ലൻ മുളയേന്തി അതിൻ്റെ കമ്പുകൾ വാക്കത്തി മാടുകൊണ്ട് തട്ടി നോക്കി. കുഞ്ഞാതിച്ചൻ മുകളിലോട്ട് കയറി. പുറകെ കൊച്ചുരാമനും. താൻ ജീവിച്ച നാടിൻ്റെയും താൻ ഉൾപ്പെടുന്ന മലയരായ വിഭാഗത്തിൻ്റെയും അരനൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള ചരിത്രം ഈ നോവലിൽ അവതരിപ്പിക്കുന്നു. പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നവരാണ് ആദിവാസികൾ. മണ്ണിൻ്റെ മക്കളുടെ ലളിതമായ ജീവിത രീതികൾ നോവൽ ഭാഗത്ത് പലയിടങ്ങളിലായി കടന്നു വരുന്നുണ്ട്. പനമ്പഞ്ഞിയും ഉരുക്കും ഉപയോഗിച്ച് തീയുണ്ടാക്കുന്നത്, മുളംകുറ്റിയിൽ വെള്ളം ശേഖരിക്കുന്നത് തുടങ്ങിയവ അവരുടെ സംസ്കാരത്തിൻ്റെയും ജീവിതശൈലിയുടെയും ഭാഗമാണ്. പരമ്പരാഗതമായ അറിവുകളാണ് അവരെ മുന്നോട്ട് നയിച്ചിരുന്നത്. ചൂരൽ വള്ളി ഉപയോഗിച്ച് കുഞ്ഞാതിച്ചൻ ഏറുമാടം നന്നാക്കുന്നതും കല്ലൻ മുളയേന്തി മരം കയറുന്നതും അതീവ ഹൃദ്യമായി പാഠഭാഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം നാടിനെയും നാട്ടാരെയും അടയാളപ്പെടുത്തുന്ന ഇത്തരം നിരവധി ദേശമുദ്രകൾ ഇതിൽ കാണാം. മരുതിൻ ചുവട്ടിലുള്ള കഞ്ഞിപ്പുരയും ഏറുമാടവും ചൂരൽ വള്ളിയും അവയിൽ ചിലതു മാത്രമാണ്. അവരുടെ വാസസ്ഥലവും തൊഴിലിടവും പ്രകൃതിയോടിണങ്ങിയതും ലളിതവുമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ദേശമുദ്രകളാണവ. ലളിതമായ ഭക്ഷണ രീതിയും ലഭ്യമായ വനവിഭവങ്ങളെയും ആശ്രയിച്ചുള്ള നിലനിൽപ്പിൻ്റെ അടയാളങ്ങളും ഈ കൃതിയിൽ കാണാം. അടുത്തത് UA ഖാദർ എഴുതിയ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ.
ഭാഷാപോഷിണി മാസികയിൽ സെപ്റ്റംബർ 2000 പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പിൽ നിന്നുള്ള ഭാഗമാണിത്. ജന്മദേശത്തെക്കുറിച്ചുള്ള ചിതറിയ ചിത്രങ്ങളും ആ സങ്കട കണികകളും ഒന്നൊന്നായി ഇടവിട്ടിടവിട്ടു കോർത്ത് ഒരു കഥയാക്കുവാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ചോദ്യം മനസ്സിൽ ഊറിക്കൂടുന്നു. ഏതാണ് എൻ്റെ ദേശം? പെറ്റുവളർന്ന ബർമ്മയിലെ ബില്ലീൻ എന്ന ഗ്രാമമോ? മാപ്പിള എലിമെൻ്ററി സ്കൂൾ മുതൽ ബോർഡ് ഹൈസ്കൂൾ വരെ പഠിച്ച് ഉസാങ്ങാൻ്റെ അകം എന്ന തറവാട്ടു വീട്ടിൽ ഒറ്റയാനായി കഴിഞ്ഞു വളർന്നു വലുതാവുന്നതിനിടയിൽ ചവിട്ടി നടന്ന മണൽപാതകളും പള്ളികളും പള്ളിക്കുളങ്ങളും പ്രാകൃതാചാര വിശ്വാസങ്ങളും ജീവിതശീലങ്ങളും സമ്മാനിച്ച കോവിൽ കണ്ടി ദേശമോ? പെണ്ണും പെടക്കോഴിയും ഞാനെന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞു സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കോട്ടൂരംശം പാലൂര് ദേശമോ? എനിക്കറിയുന്നില്ല. ബില്ലീൻ എൻ്റെ ഹൃദയദേശം. പന്തലായിനി അംശം കോവിൽക്കണ്ടി ദേശവും തൃക്കോട്ടൂരംശം പാലൂര് ദേശവും എൻ്റെ ജീവിത വിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയം. ഇങ്ങനെ അറുത്തുമുറിച്ചു പറയുവാനും എനിക്ക് ശക്തി പോരാ. ദേശദ്വയം, ദ്വയം എന്നാൽ രണ്ട് എന്നാണ് അർത്ഥം. ശയ്യ, കിടക്ക. വാർദ്ധക്യം, വയസ്സായിട്ടുള്ള അവസ്ഥ. ദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനിച്ച ദേശം മാത്രമല്ല, ജീവിച്ചതും അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ ഇടങ്ങൾ കൂടിയാണ്. UA ഖാദർ ദേശം എന്ന സങ്കല്പത്തെക്കുറിച്ച് പറയുന്നത് തൻ്റെ ജീവിത വിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ എന്നാണ്. ജനിച്ചു വളർന്ന ബില്ലിൻ എന്ന ഗ്രാമമോ ജീവിതശീലങ്ങൾ സമ്മാനിച്ച കോവിൽക്കണ്ടി ദേശമോ തനിക്ക് മേൽവിലാസം നൽകിയ തൃക്കോട്ടൂരംശം പാലൂര് ദേശമോ ഏതാണ് തൻ്റെ ദേശം എന്ന് എഴുത്തുകാരന് ഉറപ്പിക്കാനാവുന്നില്ല. ദേശത്തിൻ്റെ നിറം, ഗന്ധം, കാഴ്ചകൾ എല്ലാം ചിതറിയ ചിത്രങ്ങളായാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ജനിച്ചു വളർന്ന ദേശത്തെ ഏതൊരാളും കൗതുകപ്പകിട്ടോടെ നോക്കിക്കാണുന്നത് മറ്റൊരു ദേശത്ത് ചെല്ലുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്ന ആത്മനിഷ്ഠാനുഭവങ്ങളുടെ അടയാളപ്പെടുത്തലുകളായി ദേശം മാറുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ജനങ്ങളുടെ ജീവിതം, സാമൂഹികവും സാംസ്കാരികവുമായ സവിശേഷതകൾ തുടങ്ങിയവയെല്ലാം ഒരു വ്യക്തിയെയും സാഹിത്യ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നതിൽ അങ്ങേയറ്റം പങ്കുവഹിക്കുന്നുണ്ട്. അങ്ങനെ ദേശം അനുഭവ സാക്ഷാത്കാരത്തിൻ്റെ ഉപാധിയായി മാറുന്നു. അടുത്തത് ഷീല ടോമി എഴുതിയ വല്ലി എന്ന നോവലിൽ നിന്നാണ്. ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിലെ 1-ാം അധ്യായത്തിലെ ഭാഗമാണ് പാഠഭാഗമായി നൽകിയിരിക്കുന്നത്. കശുമാമ്പഴത്തിൻ്റെ വാസന മറഞ്ഞപ്പോൾ നാടെങ്ങും കാപ്പിപ്പൂവിൻ്റെ നറുമണം പരക്കുകയായി. കരിയില മൂടിയ കുന്നിൻപുറങ്ങളിൽ ഇരുണ്ട കാപ്പിമണികൾ സുവർണകാലത്തിൻ്റെ ചെമ്മുത്തു വിതറി. റബ്ബറും കുരുമുളകും ഇഞ്ചിയും മാറി മാറി കുന്നുകയറുമ്പോഴും കുന്നുകൾക്കിടയിൽ പച്ചമഞ്ഞപ്പാടങ്ങൾ നീണ്ടു പരന്നുകിടന്നു. കൈമനെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ, ചിരട്ടക്കൂന മാതിരി മുള പൊട്ടുന്ന കപ്പക്കൂടങ്ങൾ, കപ്പവാട്ടു കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേ കുന്നും ഇങ്ങേ കുന്നും. അന്നെല്ലാം രാവേറെ നീളുന്ന ഉണ്ടക്കണ്ണൻ കുമാരൻ്റെ നുണക്കഥകൾക്കായി ദേശം ഉറങ്ങാതിരുന്നു. പുഴുങ്ങി വാട്ടി വെയിലത്തുണക്കി പാകമാക്കിയ മരച്ചീനി ചീന്തുകൾ മുളമ്പത്തായങ്ങളിലും ചാക്കുകെട്ടുകളിലും കയറിക്കൂടി വിറകടുപ്പിന് മുകളിലെ ചേരുകളിൽ തിങ്ങി ഞെരുങ്ങി ദീർഘ സുഷുപ്തിയിലാണ്ടു. പിന്നീടെന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു പോകാനും പാടങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി, തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി. ഇന്നുമുണ്ട് കല്ലുവയൽ, പഴങ്കഥകളുടെ കല്ലുവയൽ. മരച്ചീനി എന്നാൽ കപ്പയാണ്. മുള കൊണ്ടുള്ള പത്തായങ്ങളാണ് മുളമ്പത്തായങ്ങൾ. സുഷുപ്തി എന്നാൽ ഉറക്കം, ദീർഘ സുഷുപ്തി, നീണ്ട ഉറക്കം എന്നാണ് അർത്ഥം. ചെമ്മുത്ത്, ചുവന്ന മുത്ത്. സുവർണകാലം, സുവർണം, സ്വർണം, അത്രയും സമൃദ്ധമായ കാലം എന്നർത്ഥം. കൈമനെല്ല് ഏറെ പ്രശസ്തമായ ഒരു ബിരിയാണി അരിയാണ്. വല്ലി എന്ന നോവൽ ഭാഗത്തിൽ ദേശം ആഖ്യാനത്തെ നിർണയിക്കുന്ന പ്രധാന ഘടകമാണ്.
വയനാടിൻ്റെ ഭൂമിശാസ്ത്രം, പ്രകൃതി, കാലാവസ്ഥ, കൃഷിരീതികൾ, നാട്ടുഭാഷ, ആചാരങ്ങൾ എന്നിവയെല്ലാം കഥാപാത്രങ്ങളുടെ ചിന്തയിലും ജീവിത രീതിയിലും സ്വാഭാവികമായി ഇണങ്ങി നിൽക്കുന്നത് നോവലിൽ അനുഭവിക്കാം. മനുഷ്യനും ഭൂപ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധം ഈ നോവൽ ഭംഗിയായി വരച്ചുകാട്ടുന്നുണ്ട്. വയലും വനവും പുഴയും എല്ലാം മനുഷ്യ ജീവിതത്തോട് ചേർന്ന് ജീവന്റെ അംശമായി നിലകൊള്ളുന്നു. നാടിൻ്റെ മാറ്റം, കാടിൻ്റെ നാശം, കൃഷിയുടെ തകർച്ച, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെല്ലാം നോവലിൽ കാണാം. ദേശം നോവലിൽ സജീവ സാന്നിധ്യമാണ്. ഈ 4 പ്രശസ്തമായ ഗദ്യഭാഗങ്ങളിലും നീരാവിയിലെ നീര് പോലെ നമുക്ക് ദേശം തെളിഞ്ഞു കാണാം. എഴുത്തുകാർ ഉപയോഗിക്കുന്ന വാക്കുകളിലും ഉപമകളിലും ചിന്തകളിലും വികാരങ്ങളിലുമൊക്കെ അവർ വളർന്ന ദേശത്തിൻ്റെ ആ ഒരു സൂചകങ്ങൾ നമുക്ക് കാണാനാകും. എഴുത്ത് നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമാണ് എന്ന് തോന്നുമ്പോഴും അതിൻ്റെ അടിത്തറ സാമൂഹികവുമാണ് ദേശപരവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന 4 ഗദ്യഭാഗങ്ങളാണിത്. പാഠഭാഗത്തിൻ്റെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.